ഹായ്, ഗുഡ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് നമ്മളെടുക്കുന്നത്. നാഷണൽ ഡേൻ്റെ ശേഷം നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് വരും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. വിസിറ്റ് വിസിൻ്റെ കേസിലൊക്കെ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ട് എന്താണ് അതിൻ്റെ അകത്ത് ഇനി വരാൻ പോകുന്നത്. ഓഫ് കോഴ്സ് അത് വരാനുണ്ട്, പക്ഷേ ഇതുവരെ അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വിസ കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ജെന്യൂനായിട്ട് പറയുന്ന ട്രാവൽ ഏജൻസികളുടെ അഭിപ്രായം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പരമാവധി പേരും. നിങ്ങളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിലയ്ക്ക് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ നിലവിൽ വിസിറ്റ് വിസേൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ പക്കാണെങ്കിൽ മാത്രമേ അപ്രൂവ് ആവുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ ബുക്കിങ്ങും ഇതൊക്കെ വെച്ചിട്ട് റിട്ടേൺ ടിക്കറ്റും എല്ലാം കൺഫേം ടിക്കറ്റും എല്ലാം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് രാജ്യത്തിന് പുറത്ത് പോയിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏറ്റവും സേഫായിട്ട് കിട്ടുന്ന. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വിസ കിട്ടുന്നുണ്ട്, യാതൊരു സീനും ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഒമാൻ വഴി ചെയ്യുന്നവരുടെയും കേസിൻ്റെ അകത്താണ് പറയുന്നത്. ഇതെല്ലാവരുടെയും കേസല്ല, ചിലർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കൂടുതൽ പേർക്കും സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് കൊടുത്തതിൻ്റെ ശേഷവും അത് ഇൻ പ്രോസസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്താൻ തന്നെ നല്ല ഡിലേ എടുക്കുന്നുണ്ട്. വിസ പോസ്റ്റ് ചെയ്താൽ തന്നെ അത് ഇൻ പ്രോസസ്സിലേക്ക് മാറാൻ തന്നെ നല്ല സ്റ്റേജ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് വരുന്ന പക്ഷേ എന്ന് പറഞ്ഞാൽ വിസ അപ്രൂവ് ആയ വിസ പോലും അതിൻ്റെ പോർട്ടലിൽ ഹാങ് ആയിട്ട് നമുക്കത് ലാസ്റ്റ് സ്റ്റേജ് പ്രിൻ്റ് എടുക്കുന്ന സിറ്റുവേഷനുള്ള വിസ ആക്കി കിട്ടുന്നില്ല എന്നുള്ളതും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിസ കിട്ടിയിട്ട് പോലും അത് കയ്യിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ വരാത്ത രീതിയിലും ഡിലേ വരുന്നുണ്ട് ഒരുപാട് പേർക്ക്. ഇത് എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ എക്സെപ്ഷനായിട്ട് കിട്ടുന്നുണ്ട്, ഭാഗ്യം പോലെയുള്ള കിട്ടുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് അഡ്വൈസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടേമോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒന്ന് കറങ്ങി തിരിഞ്ഞ് നേരായിക്കോട്ടെ, നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പരമാവധി നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം, UAE നിന്ന് പോയിട്ട് ഒരു മാസം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് വലിയ സീനൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. വേണ്ട ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകം ഓർക്കുക. കാര്യം ഇപ്പോൾ പഴയ പോലെയല്ല, നന്നായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നല്ലൊരു അപ്ഡേഷൻ വരാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് സിസ്റ്റമൊക്കെ ശരിയായി വരികയാണ്. മറ്റേന്ന് പറഞ്ഞാൽ AI സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരുന്ന വിസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പുതുതായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സിസ്റ്റത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഈ രീതിയിലുള്ള ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇനി നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ എടുക്കാം, പക്ഷേ ഈ പറയുന്ന ഡിലേ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഇപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വിഷമിച്ചവരോട് നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തിന് വിസ അപ്രൂവ് ആയിട്ടും അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ ICPൻ്റെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ ഫൈനാണെങ്കിൽ കയറിക്കൊണ്ടിരിക്കുകയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ദുബായ് ഇമിഗ്രേഷനിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ വിസ അവിടുത്തെ ഇമിഗ്രേഷനിലോ പോയിട്ട് ഇനി അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്ത് ഫൈനിൻ്റെ എക്സ്ക്ലൂഷൻ കിട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇനിയുള്ള ഫൈൻ വരാതിരിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചതിന് ശേഷം മാത്രം വിസിറ്റ് വിസ എടുക്കാൻ ശ്രമിക്കുക, വിസിറ്റ് വിസ വരാൻ ശ്രമിക്കുക. നാട്ടിൽ നിന്ന് 30 ദിവസം ബ്രേക്ക് എടുത്ത് വരുന്നവരാൾ ധൈര്യമായിട്ട് വരാം, വലിയൊരു സീനൊന്നുമില്ല. അല്ലാത്തവരെല്ലാം ഇത് ആലോചിച്ച ശേഷം മാത്രം വരിക. അതാണ് ഇപ്പോഴത്തെ നിലവിലെ നാഷണൽ ഡേക്ക് ശേഷമുള്ള ഇപ്പോൾ ഒരു ആഴ്ചയിലെ കഴിഞ്ഞിട്ടുള്ള ഇതിനുള്ള ഈ ഒരു സ്റ്റേജിലുള്ള സിറ്റുവേഷൻ. മാറുമോ? ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത ദിവസങ്ങളായിട്ട് അത് മാറുമായിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ.